എൻ്റെ എല്ലാ പ്രിയപ്പെട്ടവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ കുറേ ദിവസത്തിൻ്റെ ശേഷമാണ് നമ്മളൊരു ലോങ് വീഡിയോ ചെയ്യുന്നത്. ഷോർട്ട് വീഡിയോ ഒക്കെ ഇടുന്നുണ്ടായിരുന്നു, ലോങ് വീഡിയോ ഇട്ടിട്ട് കുറേ ദിവസമായി. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വ്ളോഗ് സൺഡേ ദിവസത്തിലെ കുറച്ച് വിശേഷങ്ങളാണ്. ഇന്നത്തെ ദിവസത്തിന് വലിയൊരു പ്രത്യേകത കൂടിയുണ്ട്, അതൊക്കെ ഞാൻ വഴിയേ പറയാം. അപ്പം നമുക്ക് ഇന്നത്തെ കാഴ്ചകളിലേക്കൊക്കെ പോകാം കേട്ടോ. അപ്പോൾ ഇന്ന് ഞായറാഴ്ച ആയതുകൊണ്ട് തന്നെ നമുക്ക് രാവിലെ ചർച്ചിൽ പോകണം, ഹോളി മാസ് ഉണ്ട്. അപ്പോൾ രാവിലെ തന്നെ എഴുന്നേറ്റ് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കുകയാണ് കേട്ടോ. തലേന്ന് ഞാൻ അരിയൊക്കെ അരച്ച് വെച്ചിട്ടുണ്ടായിരുന്നു ഇഡ്ഡലിക്ക് വേണ്ടിയിട്ടാണ്. ഇഡ്ഡലിക്ക് ദോശയ്ക്കും ഒക്കെ അരയ്ക്കുമ്പോഴും നമ്മൾ 2-3 ദിവസത്തേക്ക് റെഡിയാക്കി ഇങ്ങനെ വെക്കും മാവ്. അപ്പോൾ ഇവർക്ക് ഇഡ്ഡലി മതി എന്ന് പറഞ്ഞ് ഇഡ്ഡലിയൊക്കെ റെഡിയാക്കുകയാണ്. അപ്പോൾ പിന്നെ ചായ ഒന്നും ഇവിടെ ആർക്കും വേണ്ട കേട്ടോ, ഞങ്ങളാരും അങ്ങനെ ചായ ഒന്നും അങ്ങനെ കുടിക്കാറില്ല. അപ്പോൾ പിള്ളേർക്ക് വേണ്ടി മാത്രം പാല് കാച്ചി എടുത്തിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് ഹോർലിക്സ് ഒക്കെ ഇട്ട് കൊടുത്തതാണ്. അവർക്കും ചായയോടൊന്നും വലിയ താല്പര്യമില്ല. ഇതാ പഞ്ചസാരയും ഹോർലിക്സും കൂടെ മിക്സ് ചെയ്ത് ഞാൻ കൊടുക്കാനായിട്ട് എടുത്തു വെച്ചതാണ്. പിന്നെ ഇവിടുത്തെ പഞ്ചസാര എന്ന് പറയുമ്പം കുറച്ച് കട്ടിയാണ് കേട്ടോ, കല്ലം പഞ്ചസാര എന്നൊക്കെ പറയും. മധുരമൊക്കെ ഉണ്ട് അത്യാവശ്യം, എന്നാലും നമ്മളിവിടെ ചായയും കാപ്പിയൊന്നും അങ്ങനെ ഉപയോഗിക്കാത്ത കാരണം 1 കിലോ പഞ്ചസാര വാങ്ങിച്ചാൽ കുറേ നാളത്തേക്കുണ്ട് കേട്ടോ. ആദ്യം അങ്ങനെ ചിലവാകില്ല പഞ്ചസാര. ഇവർക്ക് ഈ പാലിന് മാത്രമേ ഞാൻ പഞ്ചസാര അങ്ങനെ യൂസ് ചെയ്യാറുള്ളൂ. പിന്നെ പഞ്ചസാര ഇട്ടിട്ട് അങ്ങനെ വേറെയുള്ള മധുര പലഹാരങ്ങളൊന്നും ഇവിടെ ഉണ്ടാക്കാറും ഇല്ല. അങ്ങനെയാണ് കാര്യങ്ങൾ. പിന്നെ ഇവർക്ക് പഞ്ചസാര കൂട്ടി അപ്പോ ദോശയോ ഒന്നും കഴിക്കാൻ കൊടുത്താലും താല്പര്യമില്ല, കറിയൊക്കെ തന്നെയാണ് ഇഷ്ടം കേട്ടോ. പിന്നെ ഞാൻ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ കാര്യം പറഞ്ഞു. അപ്പം ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് സ്കിപ്പ് ചെയ്തിട്ട് ഞാൻ രാവിലെ ഷേക്കാണ് എടുക്കുന്നത്, വെയിറ്റ് ലോസിൻ്റെ ഒക്കെ ഭാഗമായിട്ട്. അപ്പോൾ ഇതിനെപ്പറ്റി കൂടുതലായിട്ട് അറിയണമെന്നുണ്ടെങ്കിൽ ഞാൻ അടുത്ത വീഡിയോയിലൊക്കെ ഷെയർ ചെയ്യാം. നന്നായിട്ട് വെയിറ്റ് കുറയാനും നമ്മുടെ ജീവിതശൈലി രോഗങ്ങൾക്കും ഒക്കെ ആയിട്ടുള്ള ഒരു സൂപ്പർ ഷേക്കാണ് നമ്മൾ എടുക്കുന്നത്. അങ്ങനെ നമ്മുടെ രാവിലത്തെ ആ പരിപാടികളൊക്കെ കഴിഞ്ഞതിന് ശേഷം നമ്മളിതേ ചർച്ചിലേക്ക് പോകാനായിട്ട് ഇറങ്ങിയിട്ടുണ്ട്. നമ്മൾ താമസിക്കുന്നിടത്തു നിന്നും ഏകദേശം ഒരു 16-17 കിലോമീറ്റർ ഉണ്ട് കേട്ടോ നമുക്ക് ചർച്ചിൽ പോകാനായിട്ട്. അപ്പോൾ നമ്മൾ കുറച്ച് നേരത്തെ ഇറങ്ങിയാലേ കറക്റ്റ് ടൈമിലൊക്കെ അവിടെ ചെന്ന് പെടാറുള്ളൂ. പിന്നെ ഇന്ന് രാവിലെ തൊട്ട് ചെറുതായിട്ട് മഴയൊക്കെ പെയ്യുന്നുണ്ട്. അങ്ങനെ നമ്മൾ ചർച്ചിലെ പരിപാടിയെല്ലാം കഴിഞ്ഞതിന് ശേഷം നമ്മൾ വന്നിരിക്കുന്നത്, ഞാൻ ആദ്യം തന്നെ പറഞ്ഞല്ലോ, നമ്മുടെ ജീവിതത്തിലെ വലിയൊരു സ്വപ്നം ഇന്ന് പൂർത്തീകരിക്കാനായിട്ട് പോകുന്ന ദിവസമാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ കാഴ്ചയൊക്കെ കാണുമ്പോൾ തന്നെ മനസ്സിലാവുന്നുണ്ടായിരിക്കും നമ്മളിത് എവിടേക്കാണ് വന്നത് കേട്ടോ. അതെ, നമ്മളൊരു 4 വീലർ എടുക്കാൻ വേണ്ടിയിട്ടുള്ള പരിപാടിയിലായിരുന്നു. അപ്പോൾ കഴിഞ്ഞ കുറേ ദിവസമായിട്ട് ഞങ്ങൾ ആ കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നേ. അപ്പോൾ കാര്യങ്ങളെല്ലാം ഓക്കെ ആക്കിയിട്ട് നിങ്ങളോടൊക്കെ ഷെയർ ചെയ്യാമെന്ന് കരുതി. അപ്പോൾ ഇന്ന് നല്ലൊരു ദിവസമാണ്. നമ്മൾ ഓൾറെഡി ഇവിടെ നേരത്തെ വന്നു, വണ്ടിയൊക്കെ കണ്ടിട്ട് ഇഷ്ടപ്പെട്ട് നമ്മൾ സെലക്ട് ചെയ്ത് ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. നമ്മൾ എടുക്കാൻ പോകുന്ന വണ്ടി ഏതാണെന്ന് ഞാൻ വഴിയേ പറയാം. ഇപ്പം ടാറ്റയുടെ ഷോറൂമിലാണ് വന്നത്. അപ്പം നമ്മൾ പല ഷോറൂമിലും പോയിട്ടുണ്ടായിരുന്നു കേട്ടോ, ഹണ്ടയുടെ അതുപോലെ തന്നെ മാരുതി സുസുക്കിയുടെ ഒക്കെ പോയിട്ടുണ്ടായിരുന്നു. പിന്നെ നമുക്ക് 2 പേർക്കും, എനിക്കും എൻ്റെ ഹസ്ബൻഡിനും ഉള്ള ഒരു താല്പര്യവും കൂടുതൽ ഇഷ്ടവും നമ്മുടെ ടാറ്റയുടെ വണ്ടി തന്നെ എടുക്കണമെന്നായിരുന്നു. നമ്മുടെ ഇന്ത്യൻ നിർമ്മിത വണ്ടിയല്ലേ, അപ്പോൾ അത് കാരണം നമുക്കതാണ് ഏറ്റവും കൂടുതൽ ഇഷ്ടമായിട്ട് തോന്നിയത്. അത് കാരണമാണ് നമ്മൾ ടാറ്റ മോട്ടോഴ്സിനെ സെലക്ട് ചെയ്തത് കേട്ടോ. പിന്നെ രാവിലെ തന്നെ മഴയുള്ള കാര്യം ഞാൻ പറഞ്ഞല്ലോ, ചെറുതായിട്ട് ഇപ്പോഴും മഴ നടക്കുന്നുണ്ട്. അപ്പോൾ ഇവരുടെ ഒരു സർവീസ് കാര്യങ്ങളൊക്കെ സൂപ്പറാണ് കേട്ടോ. ഞങ്ങൾ മാരുതിയുടെ ഒക്കെ ഷോറൂമിൽ എൻക്വയറിക്ക് വേണ്ടി പോയിട്ടുണ്ടായിരുന്നു എന്ന് ഞാൻ പറഞ്ഞല്ലോ. പക്ഷേ ഈ ടാറ്റയുടെ ഷോറൂമിൽ വന്ന് എനിക്കിഷ്ടപ്പെട്ടത് ഇവരുടെ സൂപ്പർ നമ്മളോടുള്ള കസ്റ്റമർ റിലേഷനൊക്കെ സൂപ്പറാണ്. ഫൈനലി നമ്മുടെ വണ്ടി ഇവിടെ അണിയറയിൽ റെഡിയായിട്ടുണ്ട്. അങ്ങനെ നമ്മൾ എടുക്കുന്ന വണ്ടി നെക്സോൺ ആണ് കേട്ടോ, ടാറ്റ നെക്സോൺ. അപ്പോൾ ഇതാണ് നമ്മൾ സെലക്ട് ചെയ്ത കളറ്. ഈ കളറ് സത്യത്തിൽ ഇവിടെ ഉണ്ടായിരുന്നില്ല ഷോറൂമിൽ. ഇത് നമ്മൾ സെലക്ട് ചെയ്ത് കഴിഞ്ഞപ്പോൾ ഇവർ പൂനെയിൽ നിന്ന് എത്തിച്ചതാണ്. അപ്പോൾ ഒരാഴ്ചത്തെ സമയം ഉണ്ടായിരുന്നു കേട്ടോ അവിടെ നിന്ന് ഇങ്ങ് വരാനായിട്ട്. പിന്നെ ടാറ്റയുടെ ഞാൻ പറഞ്ഞല്ലോ, നമ്മുടെ ഇന്ത്യൻ കമ്പനി ആയതുകൊണ്ട് തന്നെ കുറേ പേരോട് നമ്മളിതിനെപ്പറ്റി ചോദിച്ചപ്പോൾ എല്ലാവരും പറഞ്ഞു ഒന്നും നോക്കണ്ട, സൂപ്പറാണ്, എടുത്തോളാനായിട്ടാണ് പറഞ്ഞത്. അങ്ങനെ നമ്മുടെ കീ എക്സ്ചേഞ്ചും കാര്യങ്ങളൊക്കെയാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇത് മാത്രമല്ല കേട്ടോ, അവർ നമുക്ക് വേണ്ടി ഒരു പാക്കറ്റ് ചോക്ലേറ്റ്, പിന്നെ വേറൊരു സംഭവം കൂടി ഉണ്ട് കേട്ടോ, അതിനി വരാനായിട്ട് പോകുന്നേ ഉള്ളൂ. അപ്പം നമ്മുടെ വീട്ടിലെ നമ്മുടെ പുതിയ അതിഥിയെ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ കമൻറ്റിൽ പറയണം കേട്ടോ. ഏറ്റവും ലാസ്റ്റിലായിട്ട് അവർ ഒരു കാര്യം കൂടി നമുക്ക് ചെയ്തു തന്നിരുന്നു, ഒരു വലിയ കേക്ക് കട്ടിങ്ങും കൂടെയായിരുന്നു കേട്ടോ. അപ്പം ഞങ്ങളതൊട്ടും പ്രതീക്ഷിച്ചതല്ല, കേക്ക് കട്ടിങ്ങും കാര്യങ്ങളൊക്കെ. അപ്പോൾ എല്ലാവരും വേറെ ഹാപ്പിയായി. അമ്മൂസും മിനുസും ഒക്കെ ഭയങ്കര സന്തോഷമായിരുന്നു കേക്ക് കട്ടിങ്ങോടൊക്കെ ആയപ്പോഴേക്ക്.
പിന്നെ നമ്മൾ ഇവിടുത്തെ സ്റ്റാഫിന് വേണ്ടിയിട്ട് ലഡുവും കാര്യങ്ങളൊക്കെ വാങ്ങിയിട്ടായിരുന്നു പോയിട്ടുണ്ടായിരുന്നത്. ഞാൻ പറഞ്ഞല്ലോ ഇവിടുത്തെ സർവീസ് ടാറ്റ എന്ന് പറയുമ്പോൾ നമുക്കിവിടെ ഇന്ത്യൻ കമ്പനിയാണ്. അപ്പോൾ ആ ഒരു ഇത് ഞാൻ നിങ്ങളോട് ആദ്യം തന്നെ പറഞ്ഞു, ഞങ്ങൾക്ക് രണ്ടുപേർക്കും നമ്മുടെ ഇന്ത്യൻ കമ്പനി തന്നെയായിട്ടുള്ള വണ്ടി തന്നെ എടുക്കണം എന്നുള്ള ഒരു ആഗ്രഹമായിരുന്നേ. അപ്പോൾ അതാണ് ദൈവം ഇന്ന് നമുക്കിവിടെ സാധ്യമാക്കി തന്നത്. ഇവരുടെ സർവീസ് കാര്യങ്ങളൊക്കെ നല്ല അടിപൊളിയാണ് കേട്ടോ, ഒന്നും പറയാനായിട്ടില്ല. അപ്പോൾ ഇത്രയും നല്ലൊരു സന്തോഷമൊക്കെ നമ്മൾക്ക് ഇവർ നൽകിയത് വളരെ ഹാപ്പി ആയിരുന്നു എല്ലാവരും. അങ്ങനെ നമ്മൾ ഷോറൂമിൽ നിന്ന് കാർ എടുത്തിട്ട് നേരെ പോയത് അച്ഛനെയും കൊണ്ട് ബ്ലെസ് ചെയ്യിപ്പിക്കാനായിരുന്നു. അപ്പം പള്ളിയിൽ നിന്ന് നമ്മൾ വരുന്ന സമയത്ത് തന്നെ അച്ഛനോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇതുപോലെ കാർ ഞങ്ങൾ ബ്ലെസ് ചെയ്യാനായിട്ട് കൊണ്ടുവരുമെന്ന്. അപ്പോൾ അച്ഛൻ ഓക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ നേരെ അവിടേക്ക് പോയി. ചെന്നപ്പോഴേ അച്ഛൻ അവിടെ ഉണ്ടായിരുന്നു. അപ്പം നമ്മുടെ വണ്ടിയൊക്കെ ബ്ലെസ് ചെയ്ത് തന്നു അച്ഛന്. അപ്പം നല്ലൊരു ദിവസം തന്നെയായിരുന്നു കേട്ടോ അന്ന് എല്ലാ രീതിയിലും. പിന്നെ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങിയപ്പോഴത്തേക്ക് ഒരുപാട് ലേറ്റായി, ഏകദേശം 1:30 ആയിട്ടുണ്ടായിരുന്നു. ഞാൻ പറഞ്ഞല്ലോ രാവിലെ തന്നെ കുറച്ച് മഴയുണ്ടായിരുന്നു. ഇപ്പോഴും മഴ പെയ്യുന്നുണ്ട്, അത്യാവശ്യം നല്ല രീതിയിൽ മഴ പെയ്തു കേട്ടോ. ഇപ്പോൾ ഈ കാണുമ്പോൾ ചെറുതായിട്ട് മഴ ഉള്ളൂ, നല്ല രീതിയിൽ മഴ കഴിഞ്ഞിട്ടാണ് ഇപ്പം നിൽക്കുന്നത്. അപ്പോൾ സമയം ഒരുപാട് ലേറ്റ് ആയതുകൊണ്ട് തന്നെ എല്ലാവർക്കും നന്നായിട്ട് വിശക്കുന്നുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഒന്നും നോക്കിയില്ല, നമ്മൾ വരുന്ന വഴിക്ക് നമ്മുടെ പുതിയൊരു കോഫി ഹൗസ് തുടങ്ങിയിട്ടുണ്ട്, ഇന്ത്യൻ കോഫി ഹൗസ്. നമ്മൾ അവിടേക്കാണ് കയറിയത്. അപ്പോൾ ഇവിടെ സൂപ്പർ സെറ്റപ്പാണ് കേട്ടോ, കുറേ സ്ഥലമുണ്ട് ഇരിക്കാനായിട്ടൊക്കെ, നല്ലതായിട്ട് സ്പേസ് ഉണ്ട്. പിന്നെ പാർട്ടിയൊക്കെ നടത്താൻ വേറെ സ്ഥലവും അവർ ഒരുക്കിയിട്ടുണ്ട്. അങ്ങനെ ഞങ്ങൾ അവിടെ കയറിയിട്ട് അച്ഛനാണെങ്കിൽ ഒരു മസാല ദോശയും ഞങ്ങൾ ചോള ഭട്ടൂരയാണ് വാങ്ങിയത്. സൂപ്പർ ഫുഡായിരുന്നു കേട്ടോ, ടേസ്റ്റ് ഒന്നും ഒട്ടും പറയാനില്ല, സൂപ്പറാണ്, കിടുവായിരുന്നു. അപ്പോൾ എല്ലാം കൊണ്ടും എല്ലാം സൂപ്പറായിരുന്നു. അമ്മൂസും മിനുസൊക്കെ ഭയങ്കര ഹാപ്പിയാണ് കേട്ടോ. അപ്പോൾ പുതിയൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. ബൈ, താങ്ക് യു.